Dears, welcome to V-School. Language is a beautiful medium to communicate. Here, English is a world language. We are going to train this language. So now we are speaking. Which language? English. ലോകഭാഷയായ ഇംഗ്ലീഷ് ഭാഷയെ മെരുക്കിയെടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നു. ഏതിലൂടെയാണ്? ത്രൂ V-School platform. When you listen that language, automatically you speak. അല്ലേ? ഏതൊരു ഭാഷ നിങ്ങളെടുത്ത് നോക്കിക്കോളൂ, അത് സംസാരിച്ചവരെല്ലാം തന്നെ കേട്ടതുകൊണ്ട് മാത്രമാണ് സംസാരിച്ചത്. അങ്ങനെ V-School എന്ന പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കേൾപ്പിച്ച് പഠിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഫോർമുലയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. എല്ലാവരും പറയും നമുക്ക് ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്ന് പറയും. അങ്ങനെയാണോ? അല്ല. നമ്മുടെ മാതൃഭാഷ പഠിച്ചത് എങ്ങനെയാണ്? നമ്മളൊരു സമയം എടുത്തിട്ടുണ്ട് കുട്ടിക്കാലത്ത്, അല്ലേ? അവിടെ ട്യൂഷന് പോയോ സ്കൂളിൽ പോയോ അല്ല നമ്മൾ നമ്മുടെ മാതൃഭാഷ പഠിച്ചത്. നമ്മൾ പഠിച്ചത് നമ്മുടെ വീട്ടിൽ നിന്നാണ്, അല്ലേ? അവിടെ നമ്മുടെ മുതിർന്നവർ പറഞ്ഞത് കേട്ട് 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 സോ വി ഇമിറ്റേറ്റ് ദ ലാംഗ്വേജ്. സോ ടു ബി ഫ്രാങ്ക്, ദ ഇമിറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി എ ലാംഗ്വേജ്. ഇവിടെ നമ്മൾ ചെയ്യുന്നു. V-Schoolലൂടെ ഏതൊരു സാധാരണക്കാരനും ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാനുള്ള മെത്തേഡുകളാണ് സോ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തു വച്ചിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചിരിക്കും, ഗ്യാരണ്ടി. അത് എങ്ങനെയാണെന്നല്ലേ? ഓരോ ടിപ്സോ റൂളുകളോ ഒന്നുമല്ല, കോഡുകളോ ഒന്നുമല്ല. ആ കോഡുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് ഭാഷ പഠിക്കണമെങ്കിലും, നമ്മൾ ഏത് ഭാഷ സംസാരിക്കണമെങ്കിലും ആ ഭാഷ കേൾക്കുക തന്നെ വേണം. സോ ഹിയർ, ഇവിടെ നമുക്ക് മെന്റേഴ്സ് ഉണ്ട്. നിങ്ങളോട് സംവദിക്കാൻ, നിങ്ങളോട് സംസാരിച്ച് ഓട്ടോമാറ്റിക്കലി യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ദാറ്റ് ലാംഗ്വേജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ നമ്മുടെ എബിലിറ്റിയോ കപ്പാസിറ്റിയോ പ്രകടിപ്പിക്കാൻ വേണ്ടി സ്പോക്കൺ സ്റ്റൈൽ യൂസ് ചെയ്യുന്ന ഒരു ടേമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയല്ല, നമ്മൾ സംസാരിക്കുകയാണ്. സോ ഹിയർ, ഇംഗ്ലീഷ് is a world language. We are going to tame the language through V-School. First one, we listen the language. The second one, imitate the language. So the imitation should be the part of our life, makes the habit of life. Ready? Okay, all are you ready? So how can we express ability? So there is a term. The term is can. Okay, which term? Can. Can plus action name one. So we do many actions in our life, right? നമ്മൾ ഒരുപാട് ആക്ഷനുകൾ ലൈഫിൽ ചെയ്യാറുണ്ട്. ഈ നിമിഷം പോലും നിങ്ങളിത് കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കാൻ ശ്രമിക്കുന്നു, പഠിക്കാൻ ശ്രമിക്കുന്നു, അല്ലേ? നമ്മൾ ദിവസം എത്ര ആക്ഷനാണ് ചെയ്യുന്നത്? എണ്ണിയാൽ ഒടുങ്ങാത്ത കൗണ്ട്ലെസ്, അൺകൗണ്ടബിൾ ആയിട്ടുള്ള ആക്ഷനുകളാണ് നമ്മൾ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ആക്ഷനുകളെ നമുക്ക് ക്യാൻ ചേർത്ത് പറഞ്ഞാൽ അതിന് മീനിങ് എന്ന് പറയുന്നത് എബിലിറ്റിയാണ്. Also here you want to speak ability, you want to express ability, you want to indicate ability, you want to denote ability. So the term is here, the term is can. Can plus action name. നിങ്ങൾ ക്യാനിനൊപ്പം ഏത് ആക്ഷൻ്റെ പേര് പറഞ്ഞാലും അതെന്താണ്? അത് എബിലിറ്റിയാണ്. അപ്പം നമ്മൾ സംസാരിക്കുന്നു. എന്തിലൂടെയാണ്? ഇംഗ്ലീഷ് ഭാഷ V-School എന്ന പ്ലാറ്റ്ഫോമിലൂടെ സംസാരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ മുന്നിലുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് ക്യാൻ ആണ്. ക്യാൻ ഉപയോഗിക്കുന്നത് എബിലിറ്റി, കപ്പാസിറ്റിയാണ്. അപ്പോൾ ആർക്കൊപ്പമാണ് ക്യാൻ ഉപയോഗിക്കുന്നത്? എൻ്റെ കഴിവാണ് പറയുന്നത്, ഞാൻ പറയും ഐ ക്യാൻ. നിങ്ങളാണെങ്കിൽ പറയും യു ക്യാൻ. അവനാണെങ്കിൽ ഹി ക്യാൻ, അവളാണെങ്കിൽ ഷീ ക്യാൻ. നമ്മളാണെങ്കിലോ വി ക്യാൻ, അവരാണെങ്കിലോ ദേ ക്യാൻ, യു ക്യാൻ. സോ യു ക്യാൻ സ്പീക്ക്. എപ്പോഴാണ് നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാൻ കഴിയുക? സോ യു ലിസൺ ദ ലാംഗ്വേജ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഐ, അതുപോലെ
വി, അതുപോലെ യു. എന്നോടൊപ്പം, ഞങ്ങളോടൊപ്പം, നിങ്ങളോടൊപ്പം, അതുപോലെ ഹി, അതുപോലെ ഷീ, അതുപോലെ ദേ. നമ്മുടെ പേരുകളും പറയാം കേട്ടോ. ഭരത്, ഇറ്റ്സ് മൈ നെയിം. നിങ്ങൾക്ക് പേരുണ്ടാവും, റജി, രാഹുൽ, ലക്ഷ്മി, ഷബാന, ഇതൊക്കെ നിങ്ങളുടെ പേരുകളാണ് അല്ലേ? അപ്പോൾ ആ പേരുകൾ ചേർത്തും ക്യാൻ പറയാം. സോ ഐ ക്യാൻ ടീച്ച്, യു ക്യാൻ ലിസൺ, യു ക്യാൻ സ്പീക്ക്, ഓക്കെ, യു ക്യാൻ സിങ്. ഇതെല്ലാം എന്ത് തന്നെയാണ്? നമ്മുടെ ആ കഴിവ് പ്രകടിപ്പിക്കുകയാണ്. സോ ഹിയർ ഇൻ അവർ ലൈഫ് we have different abilities. So these abilities should be expressed in the term or medium can. So we have many examples. Okay, the first one, I can speak English. I can speak. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. I can speak. അവിടെ can ഉണ്ട്, ആക്ഷനും ഉണ്ട്. I can speak. നോക്കൂ, I can buy a shirt. So I am able to buy a shirt. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ എബിലിറ്റിയോ നമ്മുടെ കപ്പാസിറ്റിയോ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം സ്പോക്കൺ ഇംഗ്ലീഷിൽ ക്യാൻ ആണ്. നിങ്ങൾക്കൊക്കെ ഒത്തിരി എബിലിറ്റീസ് കാണും, അതൊക്കെ നമുക്ക് ക്യാനിലൂടെ പറയാം. അപ്പോൾ നിങ്ങൾ ആരും മടിച്ചിരിക്കേണ്ട, ഭയപ്പെടേണ്ട. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കഴിയും. അതൊരു ബാലികേറ മലയല്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, നമ്മൾ കേൾക്കാതെ ഒരു ഭാഷയും സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇവിടെ വിസ്കൂളിൽ ചെയ്യുന്നത് മെന്റേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേൾക്കാനും അത് പറയുവാനുമുള്ള മെത്തേഡാണ്. ഒരുപാട് പേര് അനുഭവിച്ചറിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ റിസൾട്ടാണ്. അങ്ങനെ ഒരുപാട് പേർ അനുഭവിച്ചും അതിൻ്റെ റിസൾട്ടിൻ്റെ വാഹകരുമായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വിസ്കൂളിലൂടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് സംസാരിക്കാൻ പോകുന്നു. സോ ഹിയർ നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ ക്യാൻ റെസ്പെക്ട് എൽഡേഴ്സ്. ഹിയർ ക്യാൻ ഈസ് എ ടേം ടു എക്സ്പ്രസ് എബിലിറ്റി ഓഫ് കപ്പാസിറ്റി. ഐ ക്യാൻ റെസ്പെക്ട്. നെക്സ്റ്റ് നോക്കിയേ, ഐ ക്യാൻ റീഡ് ന്യൂസ് പേപ്പേഴ്സ്. സോ എവറി ഡേ ഇൻ ദ മോർണിംഗ് വി ഹാവ് ദ ഹാബിറ്റ് ടു read. So after can we can add I can clear your doubts. So when you attend this class, you feel some doubts. If you ask the doubts, I can clear your doubts. Noku, I can build a new house. Recently I have got a government job. Now I am planning to build a new house. എനിക്ക് ഒരുപാട് പൈസയൊക്കെ കയ്യിലുണ്ട് അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പ്ലാനിങ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് പറയുന്നു, ഐ ക്യാൻ ബിൽഡ് എ ന്യൂ ഹൗസ്. എനിക്കൊരു പുതിയ വീട് നിർമ്മിക്കാൻ കഴിയും. ഓക്കെ, ഞാനിപ്പോൾ അതിൻ്റെ പ്ലാനിലാണ്. സോ ഐ ആം പ്ലാനിങ്. ഓക്കെ, ഐ ക്യാൻ ബിൽഡ്, എനിക്ക് നിർമ്മിക്കാൻ കഴിയും. ഐ ക്യാൻ സ്റ്റഡി, എനിക്ക് പഠിക്കാൻ കഴിയും. ഐ ക്യാൻ സ്പീക്ക്, സംസാരിക്കാൻ കഴിയും. ഐ ക്യാൻ വാക്ക്, നടക്കാൻ കഴിയും. ഐ ക്യാൻ റൺ, ഓടാൻ കഴിയും. ഐ ക്യാൻ ഇൻട്രാക്ട്, എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ്. ഐ ക്യാൻ സ്റ്റാർട്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയുന്നു, ഇംഗ്ലീഷിൽ നമ്മുടെ കഴിവ് പറയാൻ മറ്റെങ്ങും തേടിപ്പേണ്ട ഒരൊറ്റ വാക്കാണ്, അത് ക്യാൻ ആണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കിയേ, ഐ ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ്. ഐ ക്യാൻ സ്റ്റാർട്ട്, എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ കഴിയും. അപ്പോൾ എങ്ങനെയാ പറയുന്നത്? ക്യാൻ എന്ന് പറയുന്ന ടേം എബിലിറ്റിയാണ് പറയുന്നത്. അങ്ങനെ എബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാൻ ഉപയോഗിച്ച് ഒരുപാട് സെൻറ്റൻസ് വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ്ലി വി ഹാവ് ടു ക്രിയേറ്റ് സിമ്പിൾ സെൻറ്റൻസസ്. ഓക്കെ, സിമ്പിൾ സെൻറ്റൻസസ്. സോ ഈ സിമ്പിൾ സെൻറ്റൻസസ് ആണ് നമ്മളെ പിന്നീട് വലിയ വലിയ പാസേജുകൾ പറയാൻ പ്രേരിപ്പിക്കുന്നത്. എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ കഴിയും. സോ നെക്സ്റ്റ് വൺ, ഐ ക്യാൻ റിവൈസ് ഇറ്റ്. സോ ഐ സ്റ്റഡി എ ടോപ്പിക്, ഐ സ്റ്റഡി എ പോയം. നൗ ഐ ക്യാൻ റിവൈസ് ഇറ്റ്. അപ്പോൾ ഇവിടെ തമ്മിൽ എനിക്ക് കഴിയും. എന്തിനു കഴിയും? റിവൈസ് ചെയ്യാൻ കഴിയും. സോ ഐ ആം ഏബിൾ ടു റിവൈസ് ദ ടോപ്പിക് വാട്ട് ഐ സ്റ്റഡീഡ്. So next one, I can manage it. So a lot of faculties, a lot of staffs in our office. So I am the boss. So I am ready to do like that. I will be able to do like that. So here I am telling I can manage. I can protect the environment. This is a duty of every citizen in our country. What? I can protect. എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. എനിക്ക് മാത്രമാണോ? യു ക്യാൻ പ്രൊട്ടക്ട്. ഹി ഷീ ക്യാൻ പ്രൊട്ടക്ട്. ദേ ക്യാൻ പ്രൊട്ടക്ട്. വി ക്യാൻ പ്രൊട്ടക്ട്. സോ ക്യാൻ പ്രൊട്ടക്ട് മീൻസ്
നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഏബിളായ ആളുകളാണ്. Got it? So next point, I can swim. നീന്താൻ കഴിയും. അത് വലിയൊരു കാര്യമാണ് അല്ലേ? പുഴയ്ക്ക് കുറുകെ I can swim across the river. നമ്മൾ നോക്കൂ, കുറച്ച് വൊക്കാബുലറികൾ കൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക് ഇങ്ങനെ അറിയാതെ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? I can swim, നീന്താൻ കഴിയും. I can run, ഓടാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ഏതാണ്? Can ആണ്. So next one, I can manage it. എനിക്കിത് മാനേജ് ചെയ്യാൻ കഴിയും. So next one, ലൈഫിൽ എപ്പോഴും നമ്മുടെ എബിലിറ്റി പറയാൻ, നമ്മുടെ കപ്പാസിറ്റി പറയാൻ ഉപയോഗിക്കുന്ന ഒരു സ്പോക്കൺ ടേം ആണ് can. In every big journey starts with a small step. Right? Okay. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അന്ന് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് ഉപയോഗിച്ച് സംസാരിക്കാൻ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബിസ്കൂൾ എന്ന പ്ലാറ്റ്ഫോമിലൂടെ കേട്ടും പറഞ്ഞുമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ.